ഇഷ്ടം പോലെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമ്മളുടെ ഇതൊക്കെ ഇതാക്കുന്നത് നമുക്കുള്ള ഇഷ്ടം പോലെ എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുന്നതിനെ കുറിച്ച് പിന്നെ എന്താണ് നമ്മുടെ നെറ്റ് കളയുക, നമ്മുടെ നെറ്റ് കളയുക, അതെല്ലാം എല്ലാ കാര്യങ്ങളും നമ്മൾ സ്ക്രീൻഷോട്ട് നമ്മൾ ഇതിന്റെ ഡേറ്റ് നമ്മുടെ ക്യാമറയ്ക്കകത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വിത്ത് ഡേറ്റ് ആൻഡ് സ്ക്രീൻഷോട്ട് ആയിട്ട് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഉദ്ദേശങ്ങളൊന്നും നമ്മുടെ പല സ്ഥലം വിളിക്കുന്നതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എല്ലാം ഇതുണ്ട്. നമ്മൾ നമ്മുടെ കാര്യം നോക്കുകയാണ്. സിനിമമാർക്കാണ് നമ്മളെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, സിനിമമാര് പൊട്ടിത്തെറിക്കുകയാണ്. സിനിമമാർക്ക് എന്താ പറയുക, ഇവന്മാരുടെ ഉദ്ദേശങ്ങൾ അങ്ങോട്ട് ശരിയായിട്ട് നടക്കാത്ത രീതിയിൽ അതായത് ഇവന്മാർക്ക് പൊട്ടിത്തെറിക്കണം. പലതും പൊട്ടിത്തെറിക്കുക നമ്മളെ കാണുന്നു. നമ്മുടെ അവര് സ്റ്റോക്കിങ് ചെയ്യുക, നമ്മളുടെ യൂട്യൂബ് അതായത് എല്ലാം സ്റ്റോക്ക് ചെയ്യുക, ഓരോരുത്തരെ സ്റ്റോക്ക് ചെയ്യാൻ ഇരിക്കുക. ഇവന്മാർക്ക് പറ്റില്ല, ഇവന്മാർ വേറെ ഉള്ളവരെ കൊണ്ടൊക്കെ ഇല്ലാത്തത് ഇവന്മാരുടെ കൂട്ടത്തിലുള്ളവരെ കൊണ്ടൊക്കെ കമന്റ് ചെയ്യുന്നത്. ഇവന്മാർക്ക് വലിയ രോഗമാണ്. ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് എന്തെല്ലാം കഴിവ് പറയുന്നതൊന്നും എനിക്ക് കുഴപ്പമില്ല. അവരെല്ലാം ഇതുപോലെ പല കമന്റ് ഉറപ്പിരുന്നതാണ്. ഇതുപോലെ കമന്റുകൾ ഇഷ്ടംപോലെ വരുന്നത് നേരിടാനുള്ള ശക്തിയാണ് മനസ്സിലായി. ഇവന്മാരുടെ ജോലി അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇവന്മാർക്കൊന്നും ഇവന്മാരുടെ ക്വാളിഫിക്കേഷൻ നോക്കി നമുക്ക് മനസ്സിലാവും. കഴുതുകളായിരിക്കും. ഈ കഴുതുകൾ ഒന്നും അതിനകത്ത് പറയുന്നുണ്ട് ഇന്ത്യൻസിനായി അല്ലാത്ത ആൾക്കാർ ജോലികളാണ് എല്ലാം. ബാക്കി ഫോണിനോടെല്ലാം ഫോണിനകത്ത് ചെയ്യാനായിട്ടുള്ള ആപ്പുണ്ട്. അത് ഇത് വാട്സപ്പൊക്കെ നോക്കുന്നതനുസരിച്ച് സ്ക്രോൾ ചെയ്യുന്നതും ഇങ്ങനെ ഈ ആപ്പിൽ ഉണ്ടാവുന്നതാണ്. അതൊക്കെ നമ്മൾ കണ്ടിട്ട് നമുക്ക് ആ ഫീലിംഗ് അതായപ്പോഴാണ് നമുക്ക് മനസ്സിലായിരിക്കും. വാട്സപ്പ് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴും ഉണ്ടാവും, താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴും ഒക്കെ എന്തൊക്കെയാണ് ഫീലിംഗ് നമുക്ക് മനസ്സിലാവും. ഈ പ്രഷർ കൂടുന്ന പോലെ പ്രഷർ കൂടി താഴെത്താവും. നമുക്ക് ആ ജസ്റ്റ് മുറുക്കം തോന്നുന്നത് വളരെ കാഴ്ചയിരുന്നത് നമ്മൾ വീക്ഷിച്ചതാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലായതാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു ദിവസം KSRTC ബസ്സിനെ കയറിയപ്പോൾ എറണാകുളത്തിൽ പോകുമ്പോൾ എന്റെ ആക്സിഡന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പരിപാടി അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതിങ്ങനെ കുറെ കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് അതുപോലെ ഇങ്ങനെ കുറെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നത് അത് ഇങ്ങനെ ഡൗൺ ചെയ്തപ്പോൾ നമുക്ക് ആ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ടായിട്ടാണ് മനസ്സിലായി. എല്ലാം നമുക്ക് മനസ്സിലായതാണ്. ഇവന്മാർക്കൊക്കെയാണ് ജോലി ഇലക്ട്രോണിക് ഹറാസ്മെന്റിനെ കുറിച്ച് എല്ലാം വളരെ വിശദമായി നമ്മൾ ഗൂഗിളിനകത്ത് ഇഷ്ടംപോലെ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൂഗിളിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ടാർഗറ്റ് ഡീറ്റെയിൽസ്, എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്കിതൊന്നും അറിയില്ല. നമ്മൾ ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയോ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫീൽ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഈ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്ന ഒരാളാണ് പണ്ട് മുതലേ. അതുകൊണ്ട് നമ്മൾ ബേസിക്കുള്ള ആളാണ്. നിങ്ങൾ വന്ന് തിരക്കി നോക്കിയാണ് മതി. നായകളുടെ ടിക്കറ്റിന്റെ പുസ്തകമാണ് സാറ് MSMലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ആയി ചെയ്ത സാറാണ്. സാറിന്റെ സ്റ്റുഡന്റായിരുന്നു ഞാൻ. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വേണം കാണിച്ചില്ലാന്നുള്ളത് കാണിച്ചതായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ സയൻസ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ ബേസ് നന്നായിട്ടുണ്ട്. എങ്ങനെയാണ് പണ്ടത്തെ 1993, 95 ആയിട്ടാണ് നമ്മളുടെ. അപ്പൊ എനിക്ക് ഇതിനെല്ലാം മനസ്സിലാവും ഇതൊക്കെ എങ്ങനെയായിരിക്കുന്നുള്ളത്. സയൻസ് ബേസിക് ആയിട്ടുള്ള ഇല്ലാത്തവർക്കാണെങ്കിൽ എന്താണെന്ന് ഒരു ഡൗട്ട് ഉണ്ട്. അത് തന്നെ നമ്മൾ മെഡിക്കൽ നമുക്ക് ഇതിനെ അതിനെക്കുറിച്ച് അറിയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ അൺയൂസ്ഫുൾ ആയിട്ടുള്ള സ്ട്രെയിഞ്ച് ആയിട്ട് നമ്മുടെ കണ്ണിൽ കിടക്കുമ്പോൾ അനങ്ങുക ഇതെല്ലാം ഭയങ്കര സമാധാനമാണ്. നമ്മുടെ കണ്ണിൽ കിടക്കുമ്പോൾ അനങ്ങാനുള്ള ഒരു രോഗമായിട്ടുള്ള നമുക്ക് അനുഭവമില്ല. നമ്മുടെ കണ്ണിൽ അനങ്ങാതൊക്കെ പല രീതിയിൽ നമുക്ക് കാണുന്നതാണ്. സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഫീലിംഗ്സ് ഒക്കെ ഇങ്ങനെയുള്ള വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നടക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതുകൊണ്ടാണ് വളരെ ഇതായിട്ടുള്ള നമ്മുടെ കണ്ണിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് നല്ല വളരെ ഒത്തിരി ആൾക്കാരുടെ പോലെ ഇതിനെക്കുറിച്ചെല്ലാം ആൾക്കാർ പറയുന്നത് മനസ്സിലാക്കി. ഇതെല്ലാം നമ്മുടെ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്ത സംഗതികളാണ്. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം അതിനകത്ത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് ഇതാക്കാം. ഇവന്മാർ വിചാരിക്കുന്നത് ഇവർക്ക് എന്തിന്റെ ബുദ്ധിയുള്ളൂ. ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇവന്മാർക്ക് ഇല്ല. അത് മനസ്സിലായില്ല. അപ്പം നമുക്കിതൊന്നും മനസ്സിലാവത്തില്ല. നമുക്ക് നമ്മളുടെ ഒരു ബ്രെയിന് അവരുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റിയിലേക്കാണ് നമ്മളെ അളന്നത്. വളരെ ടൂൾസ് ആയതുകൊണ്ടാണ് ഓരോരുത്തരും ഇമാജിനേഷൻ കൊണ്ടാണ് നമ്മുടെ
ആയിട്ടുള്ള ബ്രെയിൻ ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവന്മാർ അവരോട് കളിക്കുമ്പോൾ ഇതൊക്കെ അവർക്ക് മനസ്സിലാവും, ഇതൊക്കെ അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാവുന്നത് ഇവർ വിചാരിച്ചില്ല, മനസ്സിലായില്ലേ? പലതും പല കാര്യങ്ങളും. അപ്പൊ ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും ബ്രെയിനിന്റെ കപ്പാസിറ്റി ഡിഫറെന്റ് ആണ്. ഇവന്മാരൊക്കെ വെറും 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത കീടങ്ങളാണ്. അപ്പം 10ാം ക്ലാസ് പോലും കോപ്പിയടിച്ച് പാസ്സായ കീടങ്ങളാണല്ലോ, മനസ്സിലായില്ലേ? തേർഡ് സ്കൂളിൽ പോയി 10ാം ക്ലാസ് പോലും കോപ്പിയടിച്ച് പാസ്സായ കീടങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. ഈ സിനി എന്ന് പറയുന്നത് നമ്മളെ സ്റ്റോക്ക് ചെയ്യുന്ന ആൾക്കാരെ മോഡൽ കൊണ്ട് ഇവർ കോപ്പി പഠിക്കുന്ന ആൾക്കാരാണ് സ്റ്റോക്കിംഗ് ആണ് ജോലി. അപ്പൊ ഇവർ 8 കുട്ടികളാണ്. എന്നിട്ട് ഇവിടെ അങ്ങ് ഇതിന്റെ മലപ്പുറത്ത് കൊണ്ടുവന്ന് വിശ്വസിക്കുകയാണ് ഇവിടെ പഠിക്കാനായിട്ട്. പിന്നെ അവരെ 1 വർഷം എന്നിട്ടാണ് ഇവർ നല്ല രീതിയിൽ പാസ്സായി ഈ തേർഡ് റേറ്റ്. ഹിന്ദി പഠിക്കാൻ പോയെന്ന് പറയുന്നത് കേട്ടായിരുന്നു. അതും തോറ്റ് തൊപ്പിയിട്ട് ഇങ്ങനെ നടക്കും. പിന്നെ ഇങ്ങനെ തോറ്റ് തൊപ്പിയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, അതിനും കൂടെ ഒക്കെയാണ് ഇങ്ങനെ ഇതാക്കുന്നത്. അത്ര കീടങ്ങളാണ് ഇവന്മാർ, മനസ്സിലായില്ലേ? എന്തെങ്കിലും വഴിയിലൊക്കെ അങ്ങനെ തോറ്റുകയും പൈസ ഉണ്ടാക്കുന്ന കീട ജന്തുക്കളാണ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇവിടെയാണ് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് നിങ്ങളെല്ലാവരും കണ്ടു. ഓക്കെ, ക്ലിയറാണ്. ഇതെന്റെ സ്വന്തം വീടാണ്, ആർക്കും ഒരു അവകാശം ഇല്ലാത്തില്ല. ഇത് ഒരിക്കലും ഞാൻ വിളിക്കത്തില്ല. 5 കോടി ഇവന്മാരെ എടുക്കാനുണ്ടോ? 5 കോടി 24 കോടി ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് 5 കോടി കിട്ടിയാൽ കൊടുക്കത്തില്ല. നിങ്ങൾക്കൊക്കെയാണ് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള വസ്തു ആരും കൊടുക്കത്തില്ലെന്ന്. അപ്പൊ നിങ്ങൾ വേറെ ആൾ താമസിക്കുന്ന ഒരു വസ്തുവിനെ നിങ്ങൾക്ക് അവർ കൊടുത്തു നിങ്ങൾക്കൊന്ന് വേണമെന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പം എന്ത് വേണം? മോഹവിലകളാണ്. മോഹവില എന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ലേ? മോഹവില അംബാനിയുടെ വീടിൽ ചോദിച്ചാൽ കൊടുത്തു. അതുപോലെയാണ് എല്ലാവർക്കും ഓരോ വീട് അംബാനിയുടെ വീട് പോലെയാണ്, മനസ്സിലായില്ലേ? അമ്മേ ബ്രഹ്മാനന്ദരൂപിണി ദേവി ശ്രീ ബഹളാമുഖി. ഹലോ മുക്കുമേ, now you got up here. Huh? Now you got up for what, Mukume? No, I got up 1 hour before and I was chanting daily mantra actually. Cute. I know you will give a good morning message and you will go under the blanket again and you will sleep. I know your behavior now. I hear. Really, you